പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇന്ന് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാം ഒരു തീർത്ഥയാത്രയിലാണ്. യേശു എന്ന മാർഗത്തിൽ സഞ്ചരിക്കുവാൻ, യേശു എന്ന ജീവനെ പ്രാപിക്കുവാൻ, യേശു എന്ന സത്യത്തെ പുൽകുവാനായി നാം എല്ലാവരും ഇന്ന് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ തീർത്ഥയാത്ര തുടരുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പരിശുദ്ധ അമ്മയെപ്പറ്റി പഠിക്കുകയും ചിന്തിക്കുകയും എത്രമാത്രം അമ്മ യേശുവുമായി രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുകയും ചെയ്തു എന്നതിനെപ്പറ്റിയൊക്കെ ധ്യാനിച്ചു. കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട ശേഷം അനേകം എഴുത്തുകൾ ശാലോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പല എഴുത്തുകളും ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, പലർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പരിശുദ്ധ അമ്മ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുന്നതോടുകൂടി എപ്രകാരമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകത്തുകയായ പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതേപ്പറ്റി പല പഠനങ്ങളും ചർച്ചകളും വിമർശനങ്ങളുമൊക്കെയുണ്ട്. അത് എന്താണെന്ന് വ്യക്തമായി കേൾക്കുവാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഇന്ന് നമ്മുടെ ചിന്താ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ നസ്രത്തിലെ മേരി, പരിശുദ്ധ അമ്മ എപ്രകാരം പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ത്രിത്വയ വിശ്വാസം അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ആ വിശ്വാസത്തിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. രക്ഷാകര ചരിത്രം മുഴുവൻ ആരംഭിക്കുന്നതും ഈ ത്രിത്വൈക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടുള്ളതാണ്. എന്താണ് ത്രിത്വൈക രഹസ്യം? നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എപ്രകാരം നമ്മൾ ഒരു ദിവസം ആരംഭിക്കണമെന്ന്. അത് കുരിശ് വരച്ചുകൊണ്ട്. എന്താണ് കുരിശ് വരയ്ക്കൽ? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇതാണ് ത്രിത്വൈക ദൈവരഹസ്യം അടങ്ങിയിരിക്കുന്ന ആ പദം. വിശുദ്ധ കുർബാനയിൽ ഒരു വൈദികൻ പലപ്പോഴായി ആശീർവദിക്കുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ പേരിലാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിങ്ങളോടുകൂടി സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അതായത് യേശു കൃപയാണ്, കൃപാസമുദ്രമാണ്. ആ കൃപ നമ്മൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തതാണ് യേശു ക്രിസ്തു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവം. ആ സ്നേഹം നമ്മൾക്ക് വേണ്ടി നമ്മളോടുകൂടി എന്ന് നിൽക്കുന്നു എന്ന സത്യം. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സർഗശക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോടുകൂടി സഹവസിക്കുന്നു. നമ്മുടെ വിശ്വാസം ഇതാണ്. ഈ വിശ്വാസത്തിലാണ് ക്രൈസ്തവ വിശ്വാസം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മേരിയെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവകൃപ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ അവിടെ ദൈവവും മേരിയുമായി ഒരു പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ പിതാവായി തീരുന്നതോടൊപ്പം പരിശുദ്ധ മേരിയെ ഒരു ദൈവമാതൃത്വത്തിലേക്ക് ദൈവം ഉയർത്തുന്നു. ഇതാണ് പിതാവും മേരിയുമായിട്ടുള്ള പ്രത്യേകമായ ബന്ധം വരുന്നത്. അതുതന്നെ നമ്മൾക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭസ്ഥയായി. ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ യേശുക്രിസ്തു വചനം മനുഷ്യാവതാരം ചെയ്തു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് ത്രിത്വൈക രഹസ്യം ഇന്ന് നിർദ്ദിഷ്ട സമയത്ത് നിർദ്ദിഷ്ട സ്ഥലത്ത് യാഥാർത്ഥ്യവൽക്കരിക്കുന്നത്. അതായത് ത്രിത്വൈക ദൈവം ഇന്ന് നമ്മോടുകൂടെ യേശു ക്രിസ്തുവിൽ. അപ്പോൾ മേരിയും ത്രിത്വൈക ദൈവവും നാമും പരിശുദ്ധ മറിയവും തമ്മിൽ പ്രത്യേകമായ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ പ്രിയപുത്രിയാണ്.
രണ്ടാമത്തെ ആളായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ മാതാവാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയാണ്. ഈ മഹാരഹസ്യം തിരുസഭയിൽ എന്നും സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നു, കേന്ദ്രബിന്ദുവായി നിൽക്കുന്നു. അപ്പോൾ മേരിക്ക് പരിശുദ്ധ ത്രിത്വവുമായി അനന്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് നസ്രത്തിലെ മേരിയെ ദൈവമാതൃത്വത്തിലേക്കും ദൈവമാതാവ് എന്ന ആ മഹനീയമായ നാമപദത്തിലേക്കും ഉയർത്തിയത്. ഇതാണ് ത്രിത്വൈക ദൈവവും മേരിയും തമ്മിലുള്ള പ്രത്യേകമായ ബന്ധം നിലനിൽക്കുന്നത്. അച്ഛാ, എനിക്കൊരു സംശയമുള്ളത്, അച്ഛൻ പറഞ്ഞുവല്ലോ മരിയ ഭക്തിയും പഠനവും ത്രിത്വൈക ദൈവത്തിലും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലുമാണ് ആഴമായി വേരൂന്നിയിരിക്കുന്നതെന്ന്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് കുറച്ചുകൂടി ലളിതമായി മനസ്സിലാക്കി തരാം. പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള പഠനം തീർച്ചയായിട്ടും എപ്പോഴും കഠിനമായി നമുക്കൊക്കെ അനുഭവപ്പെടാം. കാരണം സഭ തന്നെ പറയുന്നുണ്ട്, ഇതൊരു മഹാരഹസ്യമാണ്. മഹാരഹസ്യം മുഴുവൻ മനസ്സിലാക്കുവാൻ മനുഷ്യൻ്റെ ബുദ്ധിക്കോ യുക്തിക്കോ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് ലളിതമായ രീതിയിൽ അത് മനസ്സിലാക്കി തരാൻ പറ്റും. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ യേശുദാനന്ദൻ തന്നെ അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അധ്യായം 14-15 പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ യേശു തന്നെ ഈ ത്രിത്വൈക ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ ആ ഭാഗം ഒന്നെടുത്ത് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന സന്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. നിങ്ങൾ എല്ലാ ജനങ്ങളെയും ശിക്ഷപ്പെടുത്തുവിൻ. ബാക്കി തുടർന്ന് വായിച്ചേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. ഇതാണ് ത്രിത്വൈക ദൈവം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അങ്ങനെ അവർ 3 വ്യക്തികളാണ്. ഈ 3 വ്യക്തികൾക്കും ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ അവർക്ക് ഒരു സ്വഭാവമേ ഉള്ളൂ. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു ചേരുന്നതാണ് ത്രിത്വൈക ദൈവം. അപ്പോൾ 3 വ്യക്തികൾ, ഒരു സ്വഭാവം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഒരു തീജ്വാല, ഇതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? നമ്മൾ തീജ്വാല എന്ന് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന് ജ്വാല, രണ്ടാമത് ചൂട്, 3 പ്രകാശം. ഇത് 3 കാര്യങ്ങളാണ്. ജ്വാലയും ചൂടും പ്രകാശവും 3 വ്യത്യസ്ത കാര്യങ്ങളാണ്. എന്നാൽ ഇവ 3ഉം കൂടി ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ അഗ്നി, തീജ്വാലയായിട്ട് മാറുന്നു. ഏതെങ്കിലും നമുക്കതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുമോ? സാധിക്കുകയില്ല. മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ശബ്ദം, എൻ്റെ ചിന്ത, എൻ്റെ വാക്കുകൾ, ഇത് 3ഉം കൂടി ഒന്നിച്ചേരുമ്പോഴാണ് ഒരു പ്രസംഗമായി മാറുന്നത്. 3ഉം വ്യത്യസ്തമായ കാര്യങ്ങൾ, എന്നാൽ ഒന്നിച്ചു ചേരുമ്പോൾ ഒന്നായിട്ട് തീരുന്നു. ഇതൊരു ചെറിയ ലളിതമായ ഒരു ഉദാഹരണം മാത്രമാണ്. അതായത് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും ഉൾക്കൊള്ളുന്നു. അത് യേശു തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലായി വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതേസമയം തന്നെ ഇതൊരു മഹാരഹസ്യവുമാണ്. ഈ രഹസ്യത്തെ നാം വിശ്വസിക്കുന്നു. ഇതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ സൂനോദോസ് തന്നെ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്,
ദൈവമാതായ കന്യാമറിയത്തിന് മനുഷ്യാവതാരത്തിൻ്റെയും സഭയുടെയും രഹസ്യങ്ങളുള്ള സ്ഥാനത്തെപ്പറ്റി പറയുമ്പോഴാണ് പറയുന്നത്, അതുല്യ നന്മയും അനന്തജ്ഞാനവുമായ ദൈവം ലോകരക്ഷ സാധിക്കുവാൻ തിരുമനസ്സായിക്കൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ പുത്രനെ അയച്ചു. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ഭൂജാതനായി. അത് നാം പുത്രസ്വീകാരം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി സ്ത്രീയിൽ നിന്നും ജാതനായി, അതേപ്പറ്റി ലൂക്കായുടെ സുവിശേഷം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭസ്ഥയായി. അപ്പോൾ മനുഷ്യാവതാര രഹസ്യത്തിന് ത്രിത്വൈക ദൈവമാണ് അതിൻ്റെ അടിസ്ഥാനം. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ പരിശുദ്ധാത്മാവിലൂടെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. ഇപ്പോൾ നമുക്കായി കത്തോലിക്ക സഭ നൽകിയിട്ടുള്ള കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും ഈ ത്രിത്വൈക രഹസ്യത്തെപ്പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിതാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസായ്ക്ക് മുമ്പ് പിതാവിനിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു എന്ന് മൂന്ന് ഭാഗങ്ങളിലുമുള്ള ഒരു ചോദ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഉത്തരം നൽകുന്നു. സർവ ക്രിസ്ത്യാനികളുടെയും വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. ഇതാണ് സഭയുടെ പഠനം. നമ്മുടെ വിശ്വാസം മുഴുവൻ ഈ പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ, അത് പരിശുദ്ധാത്മാവ് വഴി, യേശുക്രിസ്തു വഴി പൂർത്തിയാക്കപ്പെടുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ അത് നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് നമ്മുടെ കുദാശകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇതുമായി മേരിക്ക് അഭേദ്യമായൊരു ബന്ധവുമുണ്ട്. കാരണം മേരിയിലൂടെയാണ് ഈ രക്ഷ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. രണ്ടാമത്തെ ആളായ യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായി ബലിയർപ്പിച്ച് പാപമോചനം മനുഷ്യർക്ക് നേടിക്കൊടുക്കുന്നത്. അതാണ് ത്രിത്വൈക രഹസ്യവും മേരിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ദൈവം ത്രിത്വമാണെന്ന് അച്ഛൻ പറഞ്ഞു. യേശുവിൻ്റെ അമ്മയെ നാം വിളിക്കുന്നത് ദൈവമാതാവ് എന്നാണ്. എങ്കിൽ പരിശുദ്ധ അമ്മ ത്രിത്വത്തിൻ്റെ മാതാവാണോ? ജിസ്ന ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്താണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്ന്, ദേവമാതാവ് എന്ന് വിളിക്കുന്നത് തന്നെ ചിലരുടെ ചിന്തയിൽ വിമർശനാത്മകമായി അവർ ഇതിനെ ചോദ്യം ചെയ്യുന്നു. ഇതിനൊക്കെ ഉത്തരം നമ്മൾ നേരത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. യേശുവിൻ്റെ അമ്മ ദൈവമാതാവാണ്. എങ്കിൽ ആ ദൈവം ത്രിത്വൈക ദൈവമാണ്. അത് ത്രിത്വൈക ദൈവത്തിൻ്റെ അമ്മയാണോ? ഒറ്റ ഉത്തരം അല്ല. കാരണം എന്താണ്? എങ്ങനെയാണ് നസ്രത്തിലെ സാധാരണ ഒരു യുവതി ദൈവമാതാവായി തീർന്നത്? അത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ യേശുക്രിസ്തുവിന് ജന്മം നൽകി, ആ യേശുക്രിസ്തുവിനെ വളർത്തി, യേശുക്രിസ്തുവിൻ്റെ അമ്മയായതുകൊണ്ടാണ് നമ്മൾ മേരിയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണം യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. മേരിയിൽ നിന്ന് മനുഷ്യപ്രകൃതി ആ ദൈവം സ്വീകരിക്കുകയാണ്. എന്നാൽ ആ ദൈവം, ത്രിത്വൈക ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ യേശു ഭൂമിയിൽ പിറന്നപ്പോൾ ആ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും വേർതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. യേശു തന്നെ ആ രീതിയിലാണ് നമ്മുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുന്നത്. അതായത് ദൈവവും മനുഷ്യനും ഒന്നുചേർന്ന യേശുവിൻ്റെ അമ്മയായ മേരിയെ നമ്മൾ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ മേരി ഒരിക്കലും പിതാവായ ദൈവത്തിൻ്റെയോ പരിശുദ്ധാത്മാവിൻ്റെയോ അമ്മയല്ല. മനുഷ്യനായി അവതരിച്ച ത്രിത്വൈക ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ ക്രിസ്തുവിൻ്റെ അമ്മയാണ്. ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് മേരിയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. അച്ഛാ, എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യകാമറിയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. ഇതിനെക്കുറിച്ചൊന്ന് അച്ഛൻ വിശദീകരിച്ച് തരാമോ?
മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണല്ലോ പരിശുദ്ധ അമ്മ. അങ്ങനെയെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ എന്ത് ഫലമാണ് എന്നിൽ ഉളവാകുന്നത്? നാം കണ്ടു എന്താണ് പരിശുദ്ധ ത്രിത്വം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർഗശക്തിയാണ്. ദൈവം പ്രവർത്തിക്കുന്നു. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്, 1-ാം വാക്യത്തിൽ തന്നെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ആത്മാവ് ചലിക്കുന്നു. അപ്പോൾ സർഗശക്തിയായ പരിശുദ്ധാത്മാവാണ് മേരിയിൽ വരുന്നതും മേരിയിൽ രണ്ടാമത്തെ ത്രിത്വൈക ദൈവത്തിൻ്റെ ആളായ യേശു ക്രിസ്തുവിന് ജന്മം നൽകുന്നതും. അതുകൊണ്ടാണല്ലോ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് എഴുന്നള്ളി വരും, നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഇതുകൊണ്ടാണ് ആലങ്കാരികമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സഭാപിതാക്കന്മാർ മേരിയെ വിളിച്ചിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്ന്. പിതാവായ ദൈവത്തിൻ്റെ പുത്രി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, പുത്രനായ യേശുവിൻ്റെ അമ്മ. ഇതൊരു പ്രത്യേക ബന്ധമാണ്. ആ ബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സർഗശക്തി വഴി മേരിലേക്ക് വചനം മാംസമായി കടന്നു വരികയാണ്. മേരി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ, തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവിക പദ്ധതിയോട് ഒരു പ്രത്യേകമായ രീതിയിൽ, അനന്യമായ വിധത്തിൽ മേരി സഹകരിക്കുന്നു. ഇതുകൊണ്ട് മേരി ദൈവമാതാവായിത്തീരുന്നു. അവതീർണനായ ത്രിത്വൈക ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായിത്തീരുകയാണ്. എന്നാൽ ഇതിനു വേണ്ടി ആ ശക്തി വന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ആലങ്കാരികമായി മേരിയെ മണവാട്ടി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്ന് വിളിക്കുന്നത്. അഭേദ്യമായ അനന്യമായ ഒരു ബന്ധം മേരിക്ക് പരിശുദ്ധാത്മാവുമായി ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് ഈ രക്ഷാകര കർമ്മത്തിൽ യേശുവിന് ജന്മം നൽകുന്ന ആ ചരിത്ര സംഭവത്തിൽ പരിശുദ്ധാത്മാവ് മേരിയിൽ നിറഞ്ഞിരുന്നു. അതുവഴിയാണ് രക്ഷാകര കർമ്മം തുടങ്ങുന്നതും അതുപോലെ തന്നെ രക്ഷാകര കർമ്മം പൂർത്തിയാകുന്നതും. രണ്ടാമത്തെ ചോദ്യം, ഞാൻ മേരിയുമായി ബന്ധപ്പെടുമ്പോൾ, മേരിയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, മേരിയെ കൂടുതൽ ബഹുമാനിക്കുമ്പോൾ, അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ഫലമാണ് എന്നിൽ ഉണ്ടാകുന്നത്? അതാണല്ലോ ചോദിച്ചത്. എന്ത് ഫലമാണ് എലിസബത്തിലുണ്ടായത്? മേരിയെ കണ്ടപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൽ വലിയൊരു ചലനമുണ്ടായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നാണ് സുവിശേഷൻ പറയുന്നത്. അതായത് മേരിയിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മാവ് ആ എലിസബത്തിലും നിറഞ്ഞു നിന്ന് ദൈവത്തെ പ്രഘോഷിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ പക്കൽ വരുവാൻ എനിക്കൊന്ന് ഭാഗ്യമുണ്ടായി എന്ന് ഇതാ ദൈവത്തിൻ്റെ അരുളപ്പാട് എലിസബത്തിലൂടെ വരുന്നു. ഇത് തന്നെയാണ് നമ്മളിലും സംഭവിക്കുന്നത്. മേരി അന്നും ഇന്നും ഒരേ മേരിയാണ്. ആത്മാവ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, നന്മ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, കൃപ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അമ്മയാണ്. ആ അമ്മയെ നാം ദർശിക്കുമ്പോൾ, അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയും ഒത്തു പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലും ചലനം സൃഷ്ടിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, വചനം നിങ്ങളെ വിശുദ്ധീകരിക്കും. വചനം മാംസം ധരിച്ചത് മേരിയിലാണെങ്കിൽ മേരിയെ ദർശിക്കുമ്പോൾ ആ വചനം നമ്മളിലേക്കും കടന്നു വന്ന് നമ്മളിൽ ഫലമുളവാക്കും, വിശുദ്ധീകരിക്കും, നമ്മെ സ്വർഗരാജ്യത്തിന് അർഹരാക്കി തീർക്കും. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? മേരി എന്നത് സാധാരണ ഒരു യുവതി, നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടി. പക്ഷേ ആത്മാവ് നിറഞ്ഞപ്പോൾ അവിടെ ദൈവികത കടന്നു വന്നു. ദൈവമാതൃത്വം മേരി സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്കായി നൽകുവാൻ കൃപ ദൈവമാതാവിന് നൽകുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ
പറയുന്നുണ്ടല്ലോ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ മേരി വഴി നമ്മളിലേക്ക് കടന്നു വരുന്നു. അതുവഴി നമ്മളും രക്ഷയുടെ പാതയിലേക്ക് എത്തുന്നു. ഇതുകൊണ്ടാണ് നാം പറഞ്ഞത്, യേശു എന്ന വഴിയിൽ പ്രവേശിച്ച് വഴിയിലൂടെ യേശു എന്ന സത്യത്തെ പുലിക്കൊണ്ട് യേശുവിൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട് നാം നിത്യരക്ഷയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതാണ് മരിയഭക്തിയുടെ അടിസ്ഥാനം. ഇതാണ് പരിശുദ്ധ ത്രിത്വവും മേരിയും തമ്മിലുള്ള ബന്ധം നമ്മെ കൂടുതൽ വിശദീകരിക്കുകയും രക്ഷയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. നാം മനസ്സിലാക്കിയുണ്ടായി, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവെന്നും ഈ വിശ്വാസത്തിൽ നാം വളരുമ്പോൾ നാം രക്ഷയിലേക്കാണ് ചെന്നെത്തുന്നതെന്നും നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ പരിശുദ്ധ മറിയം ഈ പരിശുദ്ധ ത്രിത്വവുമായി അനന്യമായ രീതിയിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കൃപ നിറഞ്ഞ് നിൽക്കുന്നു. ആ കൃപയിൽ നിന്നും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവർക്ക്, ബഹുമാനിക്കുന്നവർക്ക്, അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപ ലഭിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ലൂയിസ് ദെ മോൺഫോർട്ട് പറയുന്നത്, മേരി എന്നത് ഒരു വിശുദ്ധ സക്രാരിയാണ്. ആ സക്രാരിയിൽ കുടികൊള്ളുന്ന പിതാവായ ദൈവം മറ്റേത് സ്ഥലങ്ങളിൽ എന്നതിനേക്കാൾ കൂടുതൽ മഹത്വപൂർണ്ണമായി തീരുന്നു. ഈ വിശ്വാസത്തിൽ നാമും അനുദിനം ജീവിക്കുന്നു. നമ്മളുടെ ജീവിതം തുടങ്ങുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലായിരിക്കണം. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലായിരിക്കണം. നമ്മളുടെ ഒരു ദിവസം അവസാനിക്കുന്നതും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലായിരിക്കണം. അതുകൊണ്ടാണ് നാം പറയുന്നത്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതാണ് നമ്മുടെ ഏത് പ്രാർത്ഥനകളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥന. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തോടുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരാം. ആ വിശ്വാസം നമ്മെ കൂടുതലും പരിശുദ്ധ അമ്മയിലേക്കും ആ അമ്മ വഴി പരിശുദ്ധ ത്രിത്വത്തിലേക്കും നമ്മൾ നയിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കുകയും നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ നമ്മൾക്ക് തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും സഹായവും സംരക്ഷണവും ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായ നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ, പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ, മക്കളെ കാക്കുന്ന മരിയാംബിക. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും
അമലോത്ഭവയാമമ്മ മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.